ഹലോ ഗായ്സ്, ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് സെറ്റാവട്ടെ. ഡ്യൂട്ടി കയറുന്ന സമയം എന്ത് പറ്റിയെന്ന് പറഞ്ഞില്ല. ഫോണിൽ ചാർജ് കയറാൻ ഭയങ്കര മടി. സമയമായി നേരെ അങ്ങ് ഡ്യൂട്ടി കയറാം. എല്ലാം സെറ്റാണ്. എല്ലാം റണ്ണിങ് പോയിക്കൊണ്ടിരിക്കും. നമ്മളെ ലെവലിൽ കുറച്ച് ഡൗണാണ് നമ്മൾ വിചാരിച്ചേക്കാളും. അതിന് കുറച്ചും കൂടി കൂടിയതിന് ശേഷം കുറച്ച് വയ്ക്കും. മനസ്സിലല്ല അത് കുറച്ച് ലെവലാവട്ടെ നമ്മൾ. അതിന് ശേഷം നമ്മൾ ലെവൽ കുറയ്ക്കും, ഇല്ലറ്റ് കുറയ്ക്കും. അതെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. മാർക്കറ്റ് എന്നെ തൂക്കിയെടുത്തൊരു അടി അടിച്ച് അത് കാണിച്ചു തരാം. അയ്യോ, ഈ ക്യാൻഡിലൊന്ന് ഇതിൻ്റെ വിക്ക് ഉണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ വിചാരിച്ച് മേലെ കയറുമെന്ന് വിചാരിച്ചു. ഈ റെസിസ്റ്റൻ്റെല്ലാം പോകുമെന്ന് വിചാരിച്ച്. ബിറ്റ്കോയിനാ അത്ര ഞാൻ വിചാരിച്ച അത്ര വോളറ്റിലിറ്റി ഇല്ലായിരുന്നു. അത് തൂക്കി അടിച്ചിട്ട് ഇങ്ങനെ എന്നെ കളിയായി. വിചാരിച്ച മൂവ്മെൻറ്റ് എവിടെയാണ് വന്നാ. ഈ മൂവ്മെൻറ്റ് ഇവിടെ, ഈ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചതാണ്. മാർക്കറ്റ് എന്നെ ഊതിയിട്ടു. അയ്യോ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസിങ്ങാ. ജസ്റ്റ് കാണിച്ചു തരണമെന്ന് തോന്നി. ഇത് രാത്രി ചെയ്യണതാ. അതായത് USX ഓപ്പൺ ആവുമല്ലോ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എത്ര മണി? 6-7 മണിക്കെന്തോ, 6-6:30 USX തുടങ്ങണം. ഞാൻ 6 മണിക്ക് ഇരുന്ന് എല്ലാം ഒന്ന് എൻ്റെ രീതിയിൽ അനാലിസിസ് ചെയ്ത് ചെയ്യണം. പഠിച്ചുകൊണ്ടിരിക്കുക. രണ്ട് യൂട്യൂബറുണ്ട്. 2 യൂട്യൂബറിൻ്റെ അത് റൂം ട്രേഡറും പിന്നെ വേറൊരു ട്രേഡറുണ്ടല്ലോ. ഇത് ലേണിങ് ട്രേഡേഴ്സ്. രണ്ടും അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു മാമു എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, ആപ്പിൾ. ആ പുള്ളിയുടെ ലൈവ് കാണൊക്കെയില്ല, പുള്ളി പറയണതുണ്ട്. അത് കാണും. അടിപൊളിയാണ്. 3 പേരുണ്ട്. മാമു പുള്ളി അടിപൊളിയാണ്. 3 പേരുണ്ട്. മൂന്ന് പേരും പറയണത് കേൾക്കും, എൻ്റെ രീതി ചെയ്യും. അത്രയേ ഉള്ളൂ. അവർ പറയണ ഞാൻ ട്രെൻഡ് എടുക്കൂല. അവർ പറഞ്ഞ ലോജിക്കൊക്കെ കേൾക്കുള്ളൂ. നല്ല നല്ല അടിപൊളിയാണ് അവിടെ. നല്ല രസമാണ്. ഇതിനൊന്നും അത്രയൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇവരുടെ സത്യം പറഞ്ഞാൽ പാതി കാര്യങ്ങൾ മനസ്സിലാവൂല. മനസ്സിലായ നമ്മളെ തലേന്നും അത്രയൊന്നും വളർന്നിട്ടില്ല. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പം മൂവിക്ക് വേറെ നിരിക്കുകയാണ്. ഇപ്പോഴത്തെ മൂവ്മെൻറ്റ്, ആ മൂവ്മെൻ്റാണ് ഞാൻ അവിടെ പ്രതീക്ഷിച്ചത്. ഒന്നില്ല. പക്ഷേ കണ്ട അതേ മൂവ്മെൻറ്റ് കണ്ട ഞാൻ വെച്ചത് ഇവിടെ. അങ്ങനെ ലാൻഡ് ചെയ്ത് കളിച്ച് മാർക്കറ്റ് ഇവിടെ കിടന്ന് മൂവ് ചെയ്ത് ഒരു കയറും. എന്നാൽ ആ കയറക്കോണി ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചത്. ആ കയറൊക്കെ എവിടെയൊക്കെയാണ്. പഠിപ്പിക്കലാണ് നമ്മൾ വിചാരിക്കണമെന്ന് നടക്കണമെന്ന്. നമ്മൾ അനാലിസിസ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. മൈൻഡ് സെറ്റാണ്. ഞാൻ ഏത് വെച്ച് മറ്റേ ഇതിൻ്റെ പേരുണ്ടല്ലോ, അയ്യോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒറ്റ ഒരു ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ ഇത്. പിന്നെ മാർക്കറ്റിൻ്റെ ഇതും നോക്കും. ഇത് മാർക്ക് ചെയ്യും. സപ്പോർട്ടർ അസിസ്റ്റൻ്റ് ഞാൻ മാർക്ക് ചെയ്യും. ഇന്നത്തെ മൂവ്മെൻറ്റ് വെച്ച് മാർക്ക് ചെയ്യും. ഇത് ഇന്നലത്തെയാണ്. ഇന്നത്തെ ഞാൻ മാർക്ക് കിട്ടില്ല ഇതുവരെ. ഇത് ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി തുറന്നതല്ല, ജസ്റ്റ് നോക്കാൻ വേണ്ടി തുറന്നതാണ്. ഇന്നലത്തെ വെയിൽ ഇവിടെ വരെ അടിക്കും. ഇന്നലത്തെ ട്രേഡർ എന്തായാലും നോക്കാൻ വേണ്ടി കയറി.
ഈ സമയത്തൊന്നും നോക്കൂല. ഒരു പറയണ പോലെ ഒറ്റ സമയം, അല്ല 2 സമയമുണ്ട്. ഒരു സമയത്ത് ഞാൻ ഉറങ്ങുന്ന സമയമുണ്ട്, ആ സമയത്ത് അത് തൊടുന്നു. അതായത് ഒരു എത്ര പടി, ഇവിടുത്തെ 3 മണി. ആ സമയത്ത് മാർക്കറ്റ് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. വെളുപ്പാരാവിലെയാ, കാരണം എനിക്ക് അറിഞ്ഞൂടാ, ഇവിടുത്തെ സെക്ഷനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തെ 3 മണിക്കിട്ട് മാർക്കറ്റ് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ബിറ്റ് കോയിനിലായാലും ഗോൾഡിലായാലും നല്ല മൂവ്മെൻ്റ് ഉണ്ട് ഇവിടുത്തെ 3 മണി. ഞാൻ മാർക്കറ്റ് നോക്കുമ്പോൾ രാത്രി എൻ്റെ ഡ്യൂട്ടി ചേഞ്ച് ആകുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഞാൻ നോക്കാം. പിന്നെ ഒരു രാവിലെ വെളുപ്പാരാവിലെ ഈ രാവിലെ സമയത്ത് ഡ്യൂട്ടി കൊണ്ട് ഉറക്കുമല്ലോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. വർക്ക് എൻ്റെ സ്ഥലത്ത് നോക്കണം, എക്സ്ട്രാ വർക്ക് നടക്കണം. അതെ, പോയി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കണം, വിശക്കണം. പിന്നെ ഫോണൊന്ന് ചാർജ് ചെയ്യണം. അത് തന്നെ, നേരെ ജസ്റ്റ് പോകണം, ഫോൺ ചാർജ് ഇട്ടിട്ട് നേരെ എടുക്കാൻ തോന്നും. കഴിച്ചതന്നെ ചോറാണ് കഴിച്ചത്, ഞാൻ എടുത്തില്ല. ഫോൺ ചാർജ് ഇല്ലായിരുന്നു, സ്വിച്ച് ഓഫ് ആയിപ്പോൾ. ഇന്നലെ രാത്രി ഉണ്ടായ ശേഷം ചോറ് മിച്ചമുണ്ടായിരുന്നു, അത് കഴിച്ചു. അടുത്തെന്ന് പറഞ്ഞാൽ പോയി നമ്മൾ ആ സൈഫ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ലെവലിൽ ഡൗൺ ആയി കളയില്ലേ, ശാലം തുറന്നു വെച്ചാൽ പിന്നെ ഇനി ഒന്നും ചെയ്യണ്ട. അതാണ് കാര്യം. ശകലം തുറന്നു വെച്ചാൽ മതി, എന്ന് പറഞ്ഞാൽ ഒരു 2 റൗണ്ടോ 3 റൗണ്ടോ. ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനി അടുത്തൊന്ന് പുതിയതും കൂടി പോയി തോന്നണം. യെസ്, കുഴപ്പമില്ല. ഓക്കെയാണ്. ഇനി അടുത്ത് പോയി കമ്പ്യൂട്ടർ മീറ്റിംഗ്, അവിടെ പോയി കമ്പ്യൂട്ടർ ഒന്നെല്ലാം ചെക്ക് ചെയ്യണം. എല്ലാം സെറ്റാണ്, കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല, എല്ലാം നോക്കി സെറ്റാണ്. സൈഫ ഇപ്പോൾ സെറ്റ് ചെയ്ത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ പോയി ആദ്യം എന്ന് പറഞ്ഞാൽ പോയി ഇതിൻ്റെ പൂ നോക്കണം. നമ്മളെ ഡേറ്റ്സിൻ്റെ നമ്മളെപ്പോഴും നോക്കണേണത്. അതിപ്പോൾ ഒരു ഹോബിയായി. എൻ്റെ ഭംഗി ആസ്വദിക്കുക, പോവുക. അതെ, സെറ്റാക്കി അടുത്ത് നേരെ പോയി ഇവിടെ ഒരു പൂവുണ്ട്, അത് കറക്റ്റ് പൂവെന്ന് തന്നെ പറയും. അത് കാണാൻ നല്ല ലുക്കായിരുന്നു, നല്ല രസമാണ് കേട്ടോ. നമ്മളാ തെങ്ങും കൊലയില അതിലൊരു പൂവുണ്ടല്ലോ, അതുപോലെ ഉണ്ട്. എന്താ ഇതൊക്കെ മുള്ളാണ് കേട്ടോ, അടിച്ച് കൈ തന്നെ കയറും കറക്റ്റ്. ഇനി അടുത്ത് ജസ്റ്റ് വെള്ളം ഒഴിക്കണം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. ആ, എല്ലാം ഉണങ്ങി കരിഞ്ഞ് ഇത് ചെടിയെല്ലാം പോയി, കാണിച്ചു ഒന്നുമില്ല. അത് ആ പച്ചപ്പി തന്നെ പോയി, കാരണം മണ്ണ് അങ്ങനത്തതാ. നമ്മളെന്നാ നിങ്ങൾക്കറിയില്ല, വെള്ളം ഒഴിക്കാതെ ദിവസമില്ല. ബട്ട് ട്രൈ, ബട്ട് ഐ ഡോണ്ട് നോ വൈ. എല്ലാം പോയി. മണ്ണ് കറക്റ്റ് അല്ല അല്ല. ഞാൻ രക്ഷപ്പെട്ടത് ഇപ്പം വെയിൽ നല്ല ചൂടായോണ്ട് അതും. ഇതെങ്ങനെ നിറഞ്ഞോളൂ. ഇതൊക്കെയാണ് ഈ വെയിലത്ത് ഇനിയും പിടിച്ചിരിക്കണത് കേട്ടോ. പക്ഷേ ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല ഇങ്ങനെ ഇത്രയും പിടിച്ചിരിക്കുന്നത്. ഇത് ഈ വെയിലത്തെ ആ കുറ്റിയൊക്കെ കരിഞ്ഞു പോകുന്നാണ് വിചാരിച്ചത്. ഇവിടെ അതിനേക്കാളും വലിയ സൈസായതാണ്. അതൊക്കെ പോയി, മറ്റൊക്കെ പക്ഷേ രക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ ടെമ്പറേച്ചറിന് വളരാൻ പറ്റിയ ചെടിയായിരിക്കുന്നു. അത് കയ്യിൽ കൊണ്ടത് കൈ നല്ല നീറ്റല്. ആ മുറിഞ്ഞു ചെറുതായിട്ട്. ആ എങ്ങനെ ഇപ്പോഴല്ല, ഇത് വലുതായിട്ടാണ് കാണാൻ അടിപൊളി സാധനമാണ്. വന്നിട്ടില്ല നേരെ കുല.
ഇനിയും എടുക്കും ദിവസം. ഇനി എങ്ങനെയല്ലല്ലോ ഒരു കറക്റ്റ് ഒരു 10, 20, 30 അല്ലെങ്കിൽ ഈ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിൽ ഇല്ല, മാസം 15 അടുത്ത മാസം 15 നോക്കുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. കറക്റ്റ് എത്ര കൊല വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴതിൻ്റെ ഒക്കെ അളവ് കറക്റ്റായി കിട്ടൂല. ഇനി ഒരു കൂമ്പായിട്ട് വന്ന് കിടക്കണതുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അയ്യോ, ഞാൻ കുറച്ച് ഇരിക്കട്ടെ. നടന്നെല്ലാം ചെക്ക് ചെയ്ത് വന്നു. ഒന്നും ചെയ്യാതെ ഇരുന്നിരുന്ന് ഭയങ്കര മടിയനെ. ഏതാണ് വിഷയം? ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ നേരെ പോയി ഒന്ന് ചാർജ് ചെയ്തിട്ട് ഫോൺ എടുത്തോണ്ടെങ്കിൽ വന്ന് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇന്ന് ചെറിയൊരു അബദ്ധം. ഞാൻ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്ഥലം ചെക്ക് ചെയ്തില്ലേ, അതെന്നാ ലെവലും കുറഞ്ഞു, നല്ല കുറഞ്ഞു. മണ്ടത്തര ചില സമയത്ത് ഇത് തന്നെ മറന്നു പോയി കളഞ്ഞു. ഞാൻ അതിനും തൊട്ട് മുമ്പ് ഞാൻ നോക്കി വിട്ടതായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ഫോണൊക്കെ ചാർജ് ഇട്ട് സെറ്റ് ചെയ്യാം. നേരെ പോയി സൺസെറ്റ് നോക്കി എല്ലാവരും വിളിച്ച് പറയാനുണ്ട്. അത് തന്നെ അടിപൊളി വ്യൂ അല്ലേ. പക്ഷേ എൻ്റെ ചുറ്റും കാർമേഘമൊക്കെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നേരെ പോയി ലൈറ്റൊക്കെ ഓണാക്കി ഒന്ന് സെറ്റാക്കണം. എന്നിട്ട് പോയി കമ്പ്യൂട്ടർ നോക്കണം. എന്നിട്ട് ലെവല് വിളിച്ച് പറയണം. ജസ്റ്റ് ഒന്ന് എല്ലാ കമ്പ്യൂട്ടർ ബാക്കിയെല്ലാം നോക്കി സെറ്റാണ്. ഓൾഡ് സൈഫൈ ഇനി അവൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് കുഴപ്പമില്ല. ഇതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം വിളിച്ച് പറഞ്ഞ്, മറ്റേത് നേരത്തെ ഞാൻ പറഞ്ഞല്ല പ്രശ്നമുണ്ടെന്ന്. ഇതെന്നാൽ 4 മണിക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അവർക്ക് വേറെ ജോലിയായിരുന്നു. എന്നാൽ 3 മണിക്ക് ഞാൻ നമുക്ക് ഇൻഫോം ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ നോക്കിയതായിരുന്നു ആ സമയത്ത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇവിടെ തന്നെ ഇരുന്ന് എഡിറ്റ് വെച്ചിട്ട് അത് പരിപാടിയല്ല, എപ്പോഴത്തെ നോർമൽ പരിപാടി അത് തന്നെ.